നമസ്കാരം. ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. 26 വയസ്സുള്ള ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ. അയാളുടെ വിവാഹം കഴിഞ്ഞത് ഏതാണ്ട് 3 മാസത്തിന് മുൻപാണ്. അയാളെക്കുറിച്ച് നല്ലതേ വീട്ടുകാർക്കും പരിചയക്കാർക്കൊക്കെ പറയാനുള്ളൂ. ശാന്ത സ്വഭാവമുള്ള ആളാണ്. സ്വഭാവദൂഷ്യങ്ങളൊന്നുമില്ല. മദ്യപാനമോ പുകവലിയോ അങ്ങനത്തെ ഒന്നുമില്ല. മോശപ്പെട്ട കൂട്ടുകെട്ടുകളൊന്നുമില്ല. സ്വന്തം കാര്യം നോക്കും, നന്നായി പഠിക്കും, അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളാണ്. വിവാഹം കഴിച്ച പെൺകുട്ടി അതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. പുള്ളിക്കാരി ഒരു സ്വകാര്യ മേഖലയിൽ ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലായിട്ട് ജോലി ചെയ്യുകയാണ്. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസങ്ങളിലൊക്കെ നല്ല രീതിയിലാണ് അവരുടെ ദാമ്പത്യം മുന്നോട്ട് പോയത്. പക്ഷേ പിന്നീട് അതിൽ ചില അസ്വാരസ്യങ്ങൾ ഉള്ളെടുത്ത് തുടങ്ങി. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്, ഈ ഭർത്താവ് എന്ത് കാര്യം ചെയ്യണമെങ്കിലും സ്വന്തം അമ്മയുടെ അഭിപ്രായങ്ങൾ ചോദിക്കും. എവിടെയെങ്കിലും ഒന്ന് യാത്ര പോകണമെങ്കിൽ പോലും അമ്മയുടെ അടുത്ത് ചോദിച്ച് അനുവാദം വാങ്ങിയിട്ടേ പോവുകയുള്ളൂ. ഒറ്റയ്ക്ക് പോകാനായിട്ട്, ജോലി സ്ഥലത്തൊഴിച്ച് മറ്റൊരു സ്ഥലത്തും ഇദ്ദേഹത്തിന് ഒറ്റയ്ക്ക് പോകാനായിട്ട് താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു അനിയനുണ്ട്, 2 വയസ്സുള്ളതാണ്. അനിയനെ വിളിച്ചുകൊണ്ടാണ് എവിടെയും പോകുന്നത്. ഒരു ബന്ധുവീട്ടിൽ പോകാനാണെങ്കിലും, എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾക്ക് പോകാനാണെങ്കിലും, അല്ലെങ്കിൽ അതുപോലെ മറ്റ് എവിടെയെങ്കിലും പോകാനാണെങ്കിലും ഒക്കെ. അപ്പോൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ വന്നപ്പോഴത്തേക്ക് ഈ ഭർത്താവ് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് പോയി ശീലമില്ല, അനിയനെ കൂടെ കൊണ്ടുപോകാം. അപ്പോൾ ഭാര്യ പൊട്ടിത്തെറിച്ചു. മധുവിധുവിൻ്റെ ഭാഗമായിട്ട് ഭർത്താവും ഭാര്യയും പോകേണ്ട സ്ഥലത്ത് ഈ അനിയനെ കൂടെ കൊണ്ടുവരുന്നത് എന്തിനാണ്? ഇതെന്ത് പരിപാടിയാണ്? ഭർത്താവ് പറഞ്ഞു, അല്ല, എനിക്കങ്ങനെ ഒറ്റയ്ക്ക് ഒരിടത്തും പോയി ശീലമില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, അല്ല, എനിക്ക് ശീലമുണ്ട്, നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം ഭർത്താവിനെയും കൊണ്ട് പോയി. പക്ഷേ അവിടെ ആ യാത്രയിൽ ഉടനീളം ഭർത്താവ് വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. ഓരോ ചെറിയ കാര്യത്തിനും വല്ലാതെ ടെൻഷൻ അടിക്കുന്ന പോലെ തോന്നി. അപ്പോൾ പെട്രോൾ അടിക്കേണ്ടത് എപ്പോഴാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഭാര്യയോട് ചോദിക്കുന്നു. ഭാര്യ, ഇത് ഇപ്പോൾ പെട്രോൾ ഉണ്ടല്ലോ, കുറച്ച് കഴിഞ്ഞിട്ട് അടിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നു. ഉച്ചഭക്ഷണത്തിന് എവിടെ ഇറങ്ങണം അതും ഭാര്യയോട് ചോദിക്കുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഭാര്യ വിചാരിച്ചൊരു നല്ല കാര്യമാണല്ലോ. സാധാരണ ഭർത്താക്കന്മാരൊന്നും ഭാര്യമാരോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കാതെ അവർ സ്വന്തം ഇഷ്ടപ്രകാരം ഓരോന്നങ്ങ് നടപ്പിലാക്കുകയാണല്ലോ പതിവ്. ഇതെന്നോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നല്ലോ എന്ന് ആദ്യം ഭാര്യയ്ക്കൊരു സന്തോഷം തോന്നിയെങ്കിലും പിന്നീടാണ് മനസ്സിലായത്, ഏത് ചെറിയ കാര്യം ചെയ്യണമെങ്കിലും ആരോടെങ്കിലും ചോദിക്കണം. അവരിൽ നിന്നൊരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ഇദ്ദേഹം ആ കാര്യം ചെയ്യൂ. സ്വന്തമായിട്ട് തീരുമാനിച്ച് ഒരു പ്രവൃത്തിയും ചെയ്യുന്ന പ്രശ്നമില്ല. ഇത് പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ വീണ്ടും അത് പല രൂപത്തിൽ. വീട്ടിൽ ഇദ്ദേഹത്തിൻ്റെ അമ്മയും സഹോദരനുമാണുള്ളത്. ഓരോ കാര്യം പറഞ്ഞാലും അത് അവരോട് അനുവാദം ചോദിക്കണം. ഒരു സിനിമയ്ക്ക് പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അമ്മയോട് അനുമതി വാങ്ങിയിട്ടേ പോകൂ. അമ്മ ഇന്ന് വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ പോകില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നതയിലേക്ക് നീങ്ങി. ഇവിടെ നമ്മൾ ഇദ്ദേഹത്തിനെ ഒന്ന് വിലയിരുത്തുമ്പോൾ, ഇദ്ദേഹത്തിന് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നൊരു വ്യക്തിത്വ വൈകല്യത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ഒരു പരാശ്രയ വ്യക്തിത്വ വൈകല്യം എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം. ചെറിയ പ്രായം തൊട്ട് തന്നെ ഇദ്ദേഹത്തെ വളർത്തിയ രീതിയിൽ തന്നെ അച്ഛൻ പട്ടാളത്തിൽ നിന്ന് പെൻഷൻ പറ്റി വന്ന ഒരാളായിരുന്നു. പട്ടാള ചിട്ടയുള്ള ആളായിരുന്നു. അപ്പോൾ മകൻ എന്തൊക്കെ ചെയ്യണം, എങ്ങോട്ട് പോകണം, എങ്ങോട്ട് തിരിയണം, ഇതെല്ലാ കാര്യങ്ങളും അച്ഛൻ നിർബന്ധപൂർവ്വം പറയും. അത് കൃത്യമായിട്ട് അനുസരിച്ചേ പറ്റൂ. അതിലൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ല. അപ്പോൾ ഓരോ കാര്യവും അച്ഛനോട് ചോദിച്ചിട്ടേ ചെയ്യാവൂ എന്ന ഒരു ബോധം വളരെ ചെറുപ്പത്തിലെ ഇയാളുടെ മനസ്സിൽ കയറിക്കൂടിയിരിക്കുകയാണ്. അച്ഛൻ ഇദ്ദേഹത്തിന് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് മരിച്ചുപോയി. അത് കഴിഞ്ഞതിന് ശേഷം അമ്മയായി ഇദ്ദേഹത്തിൻ്റെ ആശ്രയത്തിൻ്റെ കേന്ദ്രം. എന്ത് കാര്യമാണേലും അമ്മയോട് ചോദിക്കും, അമ്മ പറയുന്നതനുസരിച്ച് ചെയ്യൂ. അത് ഓരോ സ്റ്റേജിലും ഓരോ ചെറിയ കാര്യം അമ്മയോട് ചോദിച്ച്, ഞാൻ അങ്ങനെ ചെയ്യട്ടെ, ഇങ്ങനെ ചെയ്യട്ടെ, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ച് അങ്ങനെയാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞൊരു കൗമാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അനിയൻ ഇദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വളരെ വിഭിന്നമായ സ്വഭാവമുള്ള ഒരാളാണ്. അനിയൻ കുറച്ച് തൻ്റെ അടിയും ഇത്തിരി തർക്കിക്കുകയും എതിർക്കുകയും സ്വന്തം വഴിയിലൂടെ പോവുകയൊക്കെ ചെയ്യുന്ന ആളാണ്. പിന്നെ അനിയനെ വേണം സകല കാര്യങ്ങൾക്കും. അപ്പോൾ ഈ രീതിയിലേക്ക്, അപ്പോൾ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഓരോ തീരുമാനങ്ങൾ എടുക്കാനും മറ്റൊരാളുടെ സഹായം വേണം. അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റിപ്പോവും, അബദ്ധമായി പോവും. ഇങ്ങനെയുള്ള ചിന്തകളാണ്. ഇപ്പോൾ ചില ആളുകൾക്ക്, ഈ പ്രശ്നമുള്ള ചില ആളുകൾക്ക് സുഹൃത്തുക്കളുടെ പുറത്തായിരിക്കും ആശ്രയത്വം. ഈ സുഹൃത്തിനോട് ചോദിച്ചിട്ടേ എല്ലാം ചെയ്യൂ, സുഹൃത്തുണ്ടെങ്കിലേ എവിടെയും പോകൂ, ഈ സുഹൃത്തുക്കളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്തും ചെയ്യും.
സുഹൃത്ത് തന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ളൊരു വ്യാകുലതയാണ്. എന്തെങ്കിലും കാരണവശാൽ ഈ സുഹൃത്തിനോട് പിണങ്ങിക്കഴിഞ്ഞാൽ വല്ലാത്ത വെപ്രാളമാണ്. ഞാനിനി എങ്ങനെ ജീവിക്കും, എൻ്റെ കാര്യങ്ങൾ ഞാൻ എങ്ങനെ ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു സുഹൃത്തുമായിട്ട് പിണങ്ങിക്കഴിഞ്ഞാൽ പകരം അടുത്തൊരു സുഹൃത്തിനെ സംഘടിപ്പിക്കണം അതേപോലെ നമുക്ക് ആശ്രയിക്കാൻ പറ്റിയ ഈ ഒരു അവസ്ഥയാണ് ഈ ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി. വളരെ അനാരോഗ്യകരമായൊരു പ്രവണതയാണെന്ന് പറയേണ്ടതില്ലല്ലോ. കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ ഇതിനെ നമുക്ക് നിയന്ത്രിക്കാം. ഇവിടെയും ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ബൗദ്ധിക പെരുമാറ്റ ചികിത്സ, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇതാണ് ഏറ്റവും പ്രധാനം. ഇതിനോടൊപ്പം ഉത്കണ്ഠ നിയന്ത്രിക്കാനുള്ള മരുന്നുകളും ഹ്രസ്വകാലത്തേക്ക് ഉപയോഗിക്കേണ്ടി വരും. നന്ദി, നമസ്കാരം.